നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. AR നഗർ പാലമടത്തഞ്ചിനയിൽ മാട്ടറ പീച്ചമ്പറമ്പ് തറവാട്ടിൽ ഇഫ്താർ സംഗമവും പൗരപ്രമുഖനും ദീനി സേവകനുമായ മർഹൂം മാട്ടറ മൊയ്തീൻ കുട്ടി ഹാജി അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മുഹമ്മദ് കുട്ടി ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ കുട്ടി ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രഗത്ഭരായ കോഴിക്കോട് കോയ വീട്ടിൽ ഷിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ, പാണക്കാട് പൂക്കോയത്തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, കറാച്ചി ബാപ്പു ഹാജി തുടങ്ങി ഒട്ടനവധി മഹത് വ്യക്തികളുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു മാട്ടറ മൊയ്തീൻ കുട്ടി ഹാജി എന്ന് അനുസ്മരണ യോഗം അനുസ്മരിച്ചു. അവരിൽ നിന്നും പകർന്നു കിട്ടിയ സേവനത്തിന്റെ മഹിതമായ മാതൃക നെഞ്ചോട് ചേർത്ത് നിർത്തിയതിന്റെ ഭാഗമായി കച്ചവട തിരക്കിനിടയിലും ജീവകാരുണ്യ സേവന രംഗത്ത് വളരെ സജീവമായിരുന്നു. ജാതിമത ഭേദമന്യേ നിരവധി പേർക്ക് അഭയമായി മാറിക്കഴിഞ്ഞിരുന്നു. 1947 തൻ്റെ വീട് നിൽക്കുന്ന 8 ഏക്കർ പറമ്പിൽ നിന്നും നല്ല കണ്ണായ സ്ഥലത്ത് നിന്ന് തന്നെ പാലമടത്തഞ്ചിന ഹയാത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് വേണ്ട സ്ഥലം വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറായി. അവിടെയാണ് ഇന്ന് കാണുന്ന ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ സ്ഥിതി ചെയ്യുന്നത്. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന നാട്ടിലുള്ള സുഹൃത്തുക്കൾക്ക് വീട് വയ്ക്കാൻ ഭൂമി വിട്ടു നൽകാനും അദ്ദേഹം തയ്യാറായി. ഇതുപോലെ തന്നെ മറ്റു നാടുകളിൽ നിന്നും ഇവിടെ അഭയം തേടിയവർക്ക് ഒരത്താണിയാകുവാനും ഹാജിയുടെ പുതുക്കുളങ്ങരയിലുള്ള മറ്റൊരു വീട്ടിൽ അവർക്ക് താമസ സൗകര്യമടക്കം എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അവരെ പിന്നീട് ഈ നാട്ടുകാരാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചു. പാലമടത്തഞ്ചിനയിൽ നിന്നും മുൻകാലങ്ങളിൽ പാലമടത്തഞ്ചിന പള്ളി നിസ്കാരപ്പള്ളിയായിരുന്നു. ജുമാ നമസ്കാരത്തിന് സ്ഥിരമായി ഊക്കത്ത് പള്ളിയെയാണ് ആശ്രയിക്കാറ്. ഒരാഴ്ച പാലമടത്തഞ്ചിനയിലുള്ളവർക്ക് ഊക്കത്ത് ജുമായ്ക്ക് പോയപ്പോൾ ജുമാ നമസ്കാരം ഊക്കത്ത് നേരത്തെ തുടങ്ങിയത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചു. ഇത് കാരണം ഇനി പാലമടത്തഞ്ചിനയിൽ ഉടൻ ജുമാ തുടങ്ങണമെന്ന് മൊയ്തീൻ കുട്ടി ഹാജിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയും പണ്ഡിതരുമായി ചർച്ച ചെയ്ത് തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ മൊയ്തീൻ കുട്ടി ഹാജിയുടെ നേതൃത്വത്തിൽ പാലമടത്തഞ്ചിനയിൽ ആദ്യമായി ജുമായ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പള്ളിയിൽ ദർസിന്റെ തുടക്കം മുതലുള്ള ദർസ് വിദ്യാർത്ഥികളിൽ മർഹൂം കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള ദർസ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും ഭക്ഷണ സൗകര്യവും മറ്റും മൊയ്തീൻ കുട്ടി ഹാജിയുടെ വസതിയിൽ ആയത് കാരണം വിദ്യാർത്ഥികൾ പിന്നീട് വലിയ പണ്ഡിതന്മാരും വലിയ മുദ്രീസുമാരുമായതിനു ശേഷം ആ ബന്ധം മരണം വരെ അവർ നിലനിർത്തി പോന്നിരുന്നു. 1963 സ്ഥാപിതമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രധാന കമ്മിറ്റി അംഗമായിരുന്നു ദീർഘകാലം മൊയ്തീൻ കുട്ടി ഹാജി. MSP എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെട്ടിരുന്നു. അബ്ബാസ് ഹാജി കൂമണ്ണ മൊയ്തീൻ കുട്ടി ഹാജിയെ ഇളം തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ഓരോ സേവന പ്രവർത്തനങ്ങളും ഇന്നത്തെ യുവതലമുറ മാതൃകയാക്കാൻ തയ്യാറാകണമെന്നും അനുസ്മരണ പ്രഭാഷകൻ ഓർമ്മിപ്പിച്ചു. വൈകിട്ട് തറവാട് വീടായ മാട്ടറ മൊയ്തീൻ കുട്ടി ഹാജിയുടെ വസതിയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ പേരക്കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകൾ ഇഫ്താറിൽ സംബന്ധിച്ചു. മഹൽ ഖത്തീബ് സുബൈർ അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പോക്കർ ഹാജി, മുഹമ്മദ് കുട്ടി ഹാജി, സയ്യിദ് അലവി, അബൂബക്കർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിയാണ് ഇഫ്താർ സംഗമം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.